ഇന്ന് അന്നാ ചാണ്ടിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കോട്ടയത്തെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചീഫ് എഞ്ചിനീയറും പ്രോജക്റ്റ് മാനേജരുമായിരുന്നു ഈ അന്നാ ചാണ്ടി. കൃത്യസമയത്ത് പണി തീർക്കുന്നതിൽ വലിയ താല്പര്യമുണ്ടെങ്കിലും മൂക്കിൻ്റെ തുമ്പത്തായിരുന്നു അന്നയുടെ കോപം. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നാൽ സഹപ്രവർത്തകരോട് വല്ലാതെ പൊട്ടിത്തെറിക്കും. ഒരിക്കലൊരു മാളിൻ്റെ നിർമ്മാണം അങ്ങനെ പുരോഗമിക്കുമ്പോൾ മഴ കാരണം കോൺക്രീറ്റ് മിശ്രിതം തയ്യാറാക്കുന്നത് തടസ്സപ്പെട്ടു. ഒപ്പം സൈറ്റിലെ മിക്സിംഗ് മെഷീനും കയറി തകരാറിലായി. പിറ്റേന്ന് കമ്പനി ഡയറക്ടേഴ്സും ക്ലയൻറ്റും ഒക്കെ പദ്ധതി വിലയിരുത്താൻ വേണ്ടി പ്രോജക്റ്റ് സൈറ്റിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നാ ചാണ്ടിയുടെ കൺട്രോൾ പോയി. അവർക്ക് ഭയങ്കരമായി ടെൻഷനായി. അവർ മേശപ്പുറത്തുനിന്ന ഫയലുകളൊക്കെ വലിച്ചെറിഞ്ഞു. എഞ്ചിനീയേഴ്സിനെയും മെക്കാനിക്കുകളെയൊക്കെ വല്ലാതെ വിളിച്ച് ചീത്ത പറഞ്ഞു. നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഈ പ്രോജക്റ്റ് ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. എല്ലാവരും വല്ലാതെ പേടിച്ചുപോയി. മാനസികമായി തളർന്ന അവർക്ക് പിന്നെ മെഷീൻ്റെ തകരാറ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയുന്നില്ല. അവരുടെ ആത്മവിശ്വാസം തെല്ലം നൊലഞ്ഞു. ഭയം കാരണം പലരും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും പരസ്പരം കുറ്റപ്പെടുത്താനും തുടങ്ങി. പണി പൂർണ്ണമായും വിട്ട് അങ്ങനെ നിലച്ചുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ സമയത്താണ് അന്നയുടെ ഗുരുവും കമ്പനിയുടെ മുൻ ചീഫ് കൺസൾട്ടൻറ്റുമായി ചെറിയാൻ അദ്ദേഹം ആ വഴി വന്നത്. അന്നയുടെ ശോഭത്തെപ്പറ്റി അത് നേരത്തെ അറിയാം. അദ്ദേഹം അന്നയോട് പറഞ്ഞു, അന്ന, നീ പ്രൊഫഷണൽ ജീവിതത്തിൽ സാഹചര്യങ്ങൾ എപ്പോഴും നിന്റെ നിയന്ത്രണത്തിലാകണമെന്നില്ല. ഒരു ലീഡറിന് നിയന്ത്രണം വിട്ടാൽ അതിൻ്റെ കീഴിലുള്ള എല്ലാവരുടെയും ആത്മവിശ്വാസം കൈവിട്ടു പോകും. നീ ദേഷ്യപ്പെടുന്നതൊക്കെ നിർത്തിയിട്ട് പരിഹാരം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അന്നയ്ക്ക് ശാന്തമായിട്ട് ആലോചിച്ചപ്പോൾ അവരുടെ തെറ്റവർക്ക് ബോധ്യപ്പെട്ടു. അന്ന വേഗം സൈറ്റിലേക്ക് എത്തി. എന്നിട്ട് ജീവനക്കാരോട് പറഞ്ഞു, എൻ്റെ അക്ഷമ നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് എനിക്കറിയാം, നമുക്ക് ഒരുമിച്ച് ഇതിന് പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞു. അന്നയുടെ സ്വഭാവ മാറ്റം സൈറ്റിലുള്ളവർക്ക് വല്ലാത്ത അത്ഭുതമായി. അതിലൊരു മാന്ത്രികമായ മാറ്റം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭയം മാറിയ ജീവനക്കാർ ആത്മവിശ്വാസത്തോടെ ഇരട്ടി ഊർജ്ജത്തോടെ പണിയെടുക്കാൻ തുടങ്ങി. മെക്കാനിക്ക് 10 മിനിറ്റിനുള്ളിൽ മെഷീൻ്റെ തകരാറ് എന്താണെന്ന് കണ്ടുപിടിച്ചു. പ്രൊഫഷണൽ ജീവിതത്തിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ നിരാശയും ദേഷ്യവും നമുക്ക് എപ്പോഴും ഉണ്ടാകും. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മൾ നിയന്ത്രണം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ നേതാവിൻ്റെ നിയന്ത്രണം പോയാൽ അനുയായികളുടെ നിയന്ത്രണം എപ്പോഴേ പോകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സിനെ ശാന്തമായി നിർത്തുകയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിടുക്കെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം പ്രതിസന്ധി അതിജീവിക്കാൻ നമുക്ക് ശാന്തമായ ഒരു മനസ്സ് വേണം. അശാന്തമായ മനസ്സിൽ നല്ല പരിഹാരങ്ങൾ ഉണ്ടാകില്ല എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.